നമസ്കാരം. പ്രധാനമന്ത്രി മോദി UAE സന്ദർശനത്തിന് ശേഷം നേരെ പോയത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക്. ആ രാജ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് രാജകീയ സ്വീകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇറ്റലിയെ കീഴടക്കിയിരിക്കുകയാണ് മോദി. ഇതിനിടയിലാണ് നോർവേയിൽ നിന്നും ഒരു ഗൂഢാലോചന സിദ്ധാന്തം പുറത്തേക്ക് വരുന്നത്. നോർവേ നമുക്കറിയാം സ്കാൻഡിനേവിയൻ രാജ്യമാണ്, ചെറിയ രാജ്യമാണ്, വോക്കിസത്തിന് പ്രാധാന്യമുള്ള രാജ്യമാണ്. അവിടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗം എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന തരത്തിൽ ഒരു മാധ്യമ പ്രവർത്തക രംഗപ്രവേശം ചെയ്യുന്നു. മോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും സംയുക്തമായി പ്രസ്താവന നടത്തി മടങ്ങുന്നതിന് മുൻപ് അവർ മോദിയെ വെല്ലുവിളിക്കുകയാണ്. അതൊരു പത്രസമ്മേളനമായിരുന്നില്ല. നോർവീജിയൻ പ്രധാനമന്ത്രിയോ മോദിയോ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ എത്തിയതായിരുന്നില്ല. നേരെ മറിച്ച് സന്ദർശനത്തിന് ശേഷം രണ്ട് രാജ്യങ്ങളിലെയും ഭരണത്തലവന്മാർ ഒരുമിച്ച് ജനത്തെ അഭിസംബോധന ചെയ്തതാണ്. സ്വാഭാവികമായും ഒരു ഭരണാധികാരിക്കും അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ല. മോദി അതിലെ കടന്നുപോയി. മോദി ആ ചോദ്യം ഒരുപക്ഷെ കേട്ടുപോലും കാണില്ല. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തക ഹെല്ല ലിങ് അവർ ചോദിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ മോദി വിരുദ്ധർ അത് ആഘോഷമാക്കുന്നു. ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന പ്രധാനമന്ത്രി എന്ന തരത്തിൽ വാർത്തയാകുന്നു. ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങളായ BBC അടക്കമുള്ളവ അത് വലിയ വാർത്തയാക്കി മാറ്റുന്നു. ഒരു നോർവീജിയൻ പത്രം മോദിക്കെതിരെ കാർട്ടൂൺ വരയ്ക്കുന്നു. മോദിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മുതലെടുക്കാൻ കാത്തിരിക്കുന്ന ഇന്ത്യയിലെ മോദി വിരുദ്ധർ അതിൽ പിടിച്ച് ബഹളം വയ്ക്കുന്നു. അങ്ങനെ മോദി ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു ഭരണാധികാരിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അതിന് മറുപടിയുമായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് രംഗപ്രവേശം ചെയ്യുന്നു. പാലക്കാരൻ അച്ചായനാണ് സിബി ജോർജ്. പല രാജ്യങ്ങളിലും അംബാസഡറായിട്ടുണ്ട്. ഇപ്പോൾ വെസ്റ്റിൻ്റെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി, ഈ പര്യടനത്തിൻ്റെ ചുമതലക്കാരൻ. അദ്ദേഹം മോദിക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി നോർവീജിയൻ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഈ ഹെല്ല ലിങ്കും എത്തിയിട്ടുണ്ട്. അവർ സുപ്രധാനമായ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ പതിവായ ഇന്ത്യയെ എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മാധ്യമ പ്രവർത്തകരോട് എന്നെങ്കിലും മോദി വാ തുറക്കുമോ എന്നും. Why should we trust you? Can you promise that you will try to stop the human rights violations that goes on in your country? And also, will the Prime Minister start taking critical questions from the Indian press at some point in the future? And also, if possible, I would like you to answer straight away. ഈ ചോദ്യങ്ങൾക്ക് വായടപ്പിച്ചുള്ള മറുപടിയുമായി സിബി ജോർജ് രംഗത്ത് വരുന്നു. ആ ഉത്തരം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ 5000 വർഷം പഴക്കമുള്ള നാഗരികതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണ്. ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയ്ക്ക് കൃത്യമായ അജണ്ടയുള്ളതുകൊണ്ട് ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുകയും കടന്നു കയറി ചോദ്യം ചെയ്യുകയും ചെയ്തു. അവരോട് കർശനമായ ഭാഷയിൽ സിബി ജോർജ് പറഞ്ഞു, എന്നോട് നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, എൻ്റെ ഉത്തരം ഞാൻ എങ്ങനെ പറയണം, എപ്പോൾ പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന്. Please don't interrupt me. Please don't interrupt me. You ask me a question, please. This is my press conference. You ask, why should a country trust India? Why should a country trust India? Why should a country trust India? Let me answer that question, please. Let me finish my question. Let me finish my answer to the question. You ask me a question. You ask me a question. You ask me a question. Let me answer. You ask me a question. Let me answer. Okay? I will come to that. I will come to you. Please have patience. Please have questions. No, when to answer, where to answer, how to answer, these are my prerogatives. You ask a question, don't ask me to answer in a particular way. Let me answer. I will answer. Your first question was on trust on India. ഇന്ത്യ ലോകത്തിന് മുൻപിൽ എങ്ങനെയാണ് ഓരോ വിഷയത്തെയും കൈകാര്യം ചെയ്തത്? ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യം എങ്ങനെയാണ്? എത്ര ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരാളുടെ മനുഷ്യാവകാശം ലംഘിച്ചാൽ എങ്ങനെയാണ് കോടതികൾ പ്രവർത്തിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഇന്ത്യ എങ്ങനെ വിശ്വസിക്കണമെന്ന ചോദ്യത്തിന് കത്തിപ്പടർന്നുകൊണ്ട് സിബി ജോർജ് മറുപടി പറഞ്ഞു. India is the largest democracy in the world. Last time when we had the democracy, we had the elections in India, the participation was almost 1 billion people. That is the festival of democracy happened in India. And India is a country, very few countries in the world has that, where there is a peaceful transfer of power happens, and it happens in India. So India has a constitution
which I'm sure that some of you are aware of. It was established immediately after our freedom struggle. Again, a freedom struggle led by Mahatma Gandhi. Peaceful way, peaceful, non-violent. That is why the United Nations celebrate his birthday, October 2nd, and International Non-Violence Day. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുമില്ല. ഇന്ത്യയിൽ നൂറുകണക്കിന് മാധ്യമങ്ങളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയില്ല. കോവിഡ് കാലത്ത് ഇന്ത്യ ലോകത്തിന് മാതൃകയായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വികാരഭരിതനായി സിബിയുടെ മറുപടി നീണ്ടു. We didn't hide in the cave. We didn't say that we don't help the world. We came out offering helping hand to the world. That brings trust. That brings trust. And I'm very happy that that trust is appreciated by the world. We supplied vaccines to more than 100 countries. That brings trust. That brings confidence for the world. Second, we supplied medicines to 150 countries. That brings trust. And that is what the world is trusting us. Let me give you an example. We organized the G20 summit, in 2023. It was a divided world. World was divided immediately after the Ukraine-Russia conflict. In a divided world, what did India do? India was able to bring the world together. Before the 2023 G20 meeting, there couldn't be a joint declaration. After the G20, which India held in 2024, there couldn't be a joint declaration. But when India organized the G20 in 2023, what happened? The whole world, despite the differences, came together and we were able to adopt a common global declaration, the Delhi Declaration. This shows the trust of the world towards India. But we have a constitution, as I said, which guarantees the fundamental rights of our people. If anyone whose rights are violated, they have the right to go to court. Some of you are from Indian media. You know how many stories appear. We have how many breaking news coming every day in the evening. At least 200 TV channels in Delhi alone, in English language, in Hindi language, and multiple language. People have no understanding of the scale of India. People have no understanding. They read, one or two news reports published by some God-forsaken, ignorant NGOs and then come and ask questions. Don't worry about it. We are proud to be a democracy. We are a democracy. ഏതാണ്ട് 15-20 മിനിറ്റോളം സിബി ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഈ ഉത്തരത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇന്ത്യ അപമാനിക്കാനും മോദിയെ പഴിചാരാനും വേണ്ടി ചിലർ നടത്തിയ ഗൂഢാലോചന അക്ഷരാർത്ഥത്തിൽ പൊളിക്കുകയായിരുന്നു സിബി ജോർജ്. സിബി ജോർജിന് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം പോസ്റ്റുകൾ സിബിയുടെ ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും KR പ്രശാന്തിൻ്റെ മാത്രം നോക്കാം. പത്രക്കാരുടെ ചോദ്യത്തിന് മുനയൊടിച്ച മലയാളിയായ വിദേശകാര്യ മന്ത്രാലയത്തിലെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള സെക്രട്ടറി അംബാസഡർ സിബി ജോർജ് സ്റ്റൈൽ കാണാം. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ തൊടാൻ വന്നാൽ വിവരമറിയും എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ അംബാസഡർ സിബി ജോർജ്. നോർവീജിയൻ മാധ്യമപ്രവർത്തകർ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോൾ തരംഗം. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണാത്തതിനെക്കുറിച്ചും ചോദിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയ വിദേശ പത്രപ്രവർത്തകർക്ക് അദ്ദേഹം നൽകിയ മറുപടി ഒരു 1.5 മാസ മറുപടിയായിരുന്നു. ഇന്ത്യയെ വിശ്വസിക്കാമോ എന്ന ചോദ്യത്തിന് ലോകം വലിയ പ്രതിസന്ധിയിലായ കോവിഡ് കാലത്ത് ഗുഹയിൽ പോയി ഒളിക്കാതെ ലോകത്തെ 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിനും 150-ലധികം രാജ്യങ്ങൾക്ക് മരുന്നും എത്തിച്ചു നൽകിയ രാജ്യമാണ് ഇന്ത്യ. വിഭജിക്കപ്പെട്ട് കിടന്ന ലോകത്തെ G20യിലൂടെ ഒരുമിപ്പിച്ച ചരിത്രമാണ് ഇന്ത്യയുടേത് എന്ന് പറഞ്ഞു. മനുഷ്യാവകാശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രധാന പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. 100 കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഭാരതത്തിൻ്റെ ഭരണഘടന ഓരോ പൗരനും തുല്യനീതിയും അവകാശവും ഉറപ്പു നൽകുന്നുണ്ട്. അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. എവിടെയോ ഇരുന്ന് ചില NGOകൾ എഴുതി പിടിപ്പിക്കുന്ന കെട്ടുകഥകൾ വായിച്ച് ഇന്ത്യ അളക്കാൻ വരരുത് എന്നാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ആളുകൾക്ക് ഇന്ത്യയുടെ വ്യാപ്തിയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ലോകത്ത് പലയിടത്തും വംശീയ ശുദ്ധീകരണങ്ങൾ നടന്നപ്പോൾ അഭയം തേടി വന്നവരെല്ലാം ഇരുകൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഇന്ത്യയുടെ. അത് നമ്മൾ സഹിഷ്ണുതയുള്ളത് കൊണ്ടാണ്. ചോദ്യം ചോദിച്ചവർക്ക് എപ്പോൾ എവിടെ എങ്ങനെ മറുപടി നൽകണം എന്നത് തൻ്റെ പ്രത്യേക അവകാശമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ നിരന്തരമായി തടസ്സപ്പെടുത്തലുകൾ അവഗണിച്ച് ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു. വിദേശ മണ്ണിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച അംബാസഡർ സിബി ജോർജിന് ബിഗ് സല്യൂട്ട്. ഇത്തരത്തിൽ വലിയ തോതിൽ സിബി ജോർജിന് അഭിനന്ദനങ്ങൾ വരുന്നുണ്ട്.
എന്നാൽ ഇത് പിടിക്കാതെ മോദി പോയി തേഞ്ഞൊട്ടി എന്ന തരത്തിൽ ഇവിടുത്തെ ചില പത്രങ്ങളും ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഹെല്ലാലിംഗ് മോദിയോട് ചോദ്യം ചോദിക്കാൻ എത്തിയതുപോലും ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഹെല്ലാലിംഗ് ഒരു ഗൂഢാലോചന ശൃംഖലയുടെ ഭാഗമായതെന്ന് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ വിശദീകരിക്കുന്നു. നോർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ചോദിച്ചതും മോദി അത് കേൾക്കാതെ നടന്നുപോയതും തുടർന്ന് ME നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മുടെ പാലാക്കാരൻ അച്ചായൻ സിബി ജോർജ് എന്ന അംബാസഡർ മറുപടികളും ഇപ്പോൾ വാർത്തയാണല്ലോ. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കൊട്ടേഷൻ ആക്രമണമായിരുന്നു എന്നതിന് തെളിവുകൾ ഇതാ. പ്രധാനമന്ത്രി മോദിയെ വാക്കാൽ ആക്രമിച്ചതിന് പിന്നാലെ ഹെല്ലലിംഗ് എന്ന മൂന്നാംകിട പത്രക്കാരിക്ക് പെട്ടെന്നുണ്ടായ പ്രശസ്തി തന്നെയാണ് ആ സത്യം പുറത്തു കൊണ്ടുവന്നത്. ഇത് ആസൂത്രിതമായ അപവാദ പ്രചരണത്തിന് വേണ്ടി കെട്ടിച്ചമച്ച നാടകമായിരുന്നു. പ്രധാനമന്ത്രി മോദിക്കെതിരെ ട്വീറ്റ് ചെയ്യുന്നതിന് മുൻപ് ഹെല്ലലിംഗിന്റെ അവസാന ട്വീറ്റ് 2024 ഏപ്രിൽ 10 മിനിഞ്ഞാന്ന് വരെ അവർക്ക് ഫോളോവേഴ്സ് വെറും 800 മാത്രം. ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഇന്ത്യയെക്കുറിച്ചോ മോദിയെക്കുറിച്ചോ അവർ ട്വീറ്റ് ചെയ്തിട്ടില്ല. അതുവരെ വെരിഫൈഡ് അല്ലാത്ത എക്സ് അക്കൗണ്ട് ടിക്ടോക്ക് ജേർണലിസ്റ്റായി ഒരു വാർത്തയ്ക്ക് ഇത്ര പണം എന്ന നിരക്കിൽ ജോലി ചെയ്തിരുന്ന ആളാണിവർ. അതിൽ തന്നെ ഭൂരിഭാഗം ട്വീറ്റുകൾക്കും 0 ട്വീറ്റുകൾ 1-2 ലൈക്കുകൾ കഴിഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ ട്വീറ്റ് ചെയ്തതിന് ശേഷം നോക്കൂ, വെറും 24 മണിക്കൂർ കൊണ്ട് 27,000-ൽ അധികം ഫോളോവേഴ്സ്. അത് സ്വാഭാവികമെന്ന് വേണമെങ്കിൽ വാദിക്കാം. എന്നാൽ ബ്ലൂ ടിക്ക് വാങ്ങാൻ അവർക്ക് പെട്ടെന്ന് പണം ലഭിക്കുന്നു. രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ നേതാക്കളും ഈ ട്വീറ്റുകൾ വൻതോതിൽ പ്രചരിപ്പിക്കുന്നു. വിവിധ മാധ്യമങ്ങളിൽ പൂർണ്ണമായ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു. നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏഷ്യാനെറ്റ് അടക്കം വലിയ രീതിയിൽ ഇത് വാർത്തയാക്കുന്നു. BBC ഉൾപ്പെടെയുള്ള BJP വിരുദ്ധ ചാനലുകളിൽ അവർക്ക് അഭിമുഖങ്ങൾക്കായി അവസരമൊരുക്കുന്നു. കഴിഞ്ഞില്ല ധ്രുവ് റാട്ടി, രവീഷ് കുമാർ, അർപ്പിത് ശർമ്മ, അർഫ എന്നിവരും അതുപോലെ തന്നെ ഡസൻ കണക്കിന് ടൂൾ കിറ്റ് ലിബറലുകളും തുടങ്ങി പാകിസ്ഥാനിലെ പ്രൊഫൈലുകളും വരെ ഇവരെ പിന്തുടരാൻ തുടങ്ങുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് നോർവേയിൽ നടന്നത് പ്രധാനമന്ത്രി മോദിക്കെതിരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത ഒരു കൊട്ടേഷൻ ആക്രമണമായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് നോർവേ എന്നുകൂടി അറിയണം. ഏറ്റവും കൂടുതൽ മതം മാറ്റ മാഫിയകൾക്ക് പ്രോത്സാഹനം നൽകുന്ന രാജ്യമാണ് നോർവേ. LTTക്ക് വരെ പണം ലഭിച്ചിരുന്ന സ്രോതസ്സും മറ്റൊന്നല്ല. ഡീപ് സ്റ്റേറ്റിൻ്റെ യൂറോപ്യൻ തലസ്ഥാനമാണ് നോർവേ എന്നുകൂടി അറിയുക. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഹാപ്പിനെസ് ഇൻഡെക്സിൽ പ്രതിഷ്ഠിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്ന മിക്ക NGOയും വരുന്നത് ഇവിടെ നിന്നാണ്. പത്രസ്വാതന്ത്ര്യം പറഞ്ഞാണല്ലോ മോദി ആക്രമിച്ചത്. മോദിയുടെ സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ചാനൽ 24 മണിക്കൂറും പണിയെടുക്കുന്നത് മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ. എന്നിട്ടും ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യമില്ലത്രേ. ഏതായാലും ആരും അറിയാതിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഹെല്ലലിംഗ് ഒറ്റ രാത്രി കൊണ്ട് പ്രശസ്തിയിലേക്ക് എത്തിയതും കനത്ത ഫണ്ടിംഗ് ലഭിച്ചതും. സണ്ണി ലിയോൺ നിലവാരത്തിൽ മോഡലുകളെ പോലെ സാമൂഹിക മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നപ്പോൾ ആ ചിത്രം ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ, നിരാശപ്പെടരുത്. കിട്ടാത്ത പ്രശസ്തിയാണ് IMAക്ക് ഇപ്പോൾ കിട്ടിയത്. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന പേരിൽ അവർ സത്യത്തിൽ മോദിയുടെ ചിത്രം വെച്ച് പൂജിക്കുകയാണ് വേണ്ടത്.